ഇന്ന് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും 7 പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അക്ഷരാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു പടയൊരുക്കത്തിൻ്റെ ഒരു കാഹളം തന്നെയാണ് ഈ യോഗം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്തിനെ സംബന്ധിച്ചാണ് ഈ യോഗം? മണ്ഡല പുനർനിർണയം വരികയാണ്. ഈ മണ്ഡല പുനർനിർണയം 2056 വരെ മരവിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്രധാന ആവശ്യം മുന്നിൽ വച്ചിട്ടാണ് ഇപ്പോൾ കൃത്യമായി ഈ യോഗം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം എന്തിനാണ് മണ്ഡല പുനർനിർണയം എന്നുള്ളത്. 1971 ഈ മണ്ഡല പുനർനിർണയം മരവിപ്പിച്ചതാണ്. കാരണം 1971 ഇത് മരവിപ്പിച്ചതിൻ്റെ കാരണം ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയായിരുന്നു. അന്ന് 543 സീറ്റുകളാണ് നമ്മുടെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്, നമ്മുടെ ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഈ 543 സീറ്റ് ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് തുലോം തുച്ഛമായിരുന്നു, ഏകദേശം 50 കോടിക്ക് താഴെയായിരുന്നു. എന്നാൽ ഇപ്പോൾ 145 കോടിയും കടന്ന് 150 ആകാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സെൻട്രൽ വിസ്റ്റയിൽ 853 സീറ്റുകളടക്കം ഇപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ട്. 543 അംഗങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. കാരണം 71 ശേഷം ഇത് മരവിപ്പിച്ചു. 71 മുതൽ 2000 വരെയാണ് ഇത് മരവിപ്പിച്ചത്. 2000 ആയപ്പോഴേക്കും 2000 നിന്ന് 2026 വരെ ഇത് മരവിപ്പിച്ചു. 2026 ആകുമ്പോഴേക്കും മണ്ഡല പുനർനിർണയം 56 വരെ മരവിപ്പിക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഈ ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ കർഷക സമരം പോലെ, പൗരത്വ നിയമ ഭേദഗതി പോലെ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വഖഫ് നിയമം പോലെയുള്ള വലിയൊരു പോരാട്ടത്തിന് ഇത് വഴിയൊരുക്കും എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇവിടെയുള്ള സർക്കാരുകൾ നൽകിയിരിക്കുന്നത്. ഈ മണ്ഡല പുനർനിർണയം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾക്കും 20 MP-മാർ ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 19 മുതൽ 22 കോടി വരെ, ചിലപ്പോൾ അത് 25 വരെ ആയേക്കാം. അവസാനത്തെ സെൻസസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 25 കോടി വരെ ജനങ്ങൾ അവിടെ ഉണ്ടായേക്കാം. അങ്ങനെ 25 കോടി ജനങ്ങൾ വരുമ്പോൾ ഉത്തർപ്രദേശിൽ നിലവിൽ 80 സീറ്റാണുള്ളതെങ്കിൽ ആ 80-ൽ നിന്ന് അത് ചാടി ഒരുപക്ഷെ 114 സീറ്റിലേക്കോ 120 സീറ്റിലേക്കോ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കേരളത്തിൽ 20 സീറ്റുള്ളത് അതുപോലെ നിലനിൽക്കുകയോ അല്ലെങ്കിൽ 1-2 സീറ്റ് ഇവർ നിർബന്ധിക്കുകയാണെങ്കിൽ കൂടാനോ സാധ്യതയുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ 80-ൽ നിന്ന് 114 പോവുകയും കേരളത്തിൽ കൂടാതിരിക്കുകയോ ഒരു സീറ്റോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഫെഡറലിസം തകർക്കും എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. എന്നാൽ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള വസ്തുതയാണ്. അത് ആ നിയമം പഠിക്കുമ്പോഴും മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും. എന്തായാലും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത അന്യായമായ അതിർത്തി നിർണയത്തിനെതിരെയുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു പ്രക്ഷോഭമാണ്. തമിഴ്നാട് സർക്കാർ, സ്റ്റാലിനാണ് ഇതിന് നിയന്ത്രണം കൊടുക്കുന്നത്. ഒരു ദേശീയ പ്രസ്ഥാനമായി മാറി, അതായത് ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ ഒരു സംരംഭം ദേശീയ പ്രസ്ഥാനമായി മാറി എന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നത്. ഡീലിമിറ്റേഷനെ എതിർക്കുന്നതിനായി രൂപീകരിച്ച സംയുക്ത ആക്ഷൻ കമ്മിറ്റി, അതായത് JAC ആദ്യ യോഗം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കുമെന്ന് സ്റ്റാലിൻ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ഇത് നമ്മുടെ കൂട്ടായ യാത്രയിലെ നിർണായക നിമിഷമാണെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. ഇതൊരു കൂടിക്കാഴ്ചയേക്കാൾ കൂടുതലാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണിത്. സ്റ്റാലിൻ പറഞ്ഞു, ഇന്ത്യൻ ഫെഡറലിസത്തിന് ഇതൊരു ചരിത്ര ദിനമാണ് എന്നാണ് സ്റ്റാലിൻ അവകാശപ്പെടുന്നത്. JC യോഗത്തിൻ്റെ ഫലത്തെ അടിസ്ഥാനമാക്കി അടുത്ത നടപടി തീരുമാനിക്കുമെന്നാണ് DMK മേധാവി പറയുന്നത്. തെലങ്കാന, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ യോഗത്തിനായി ചെന്നൈയിൽ എത്തി എന്നാണ് മനസ്സിലാകുന്നത്. സംയുക്ത ശ്രമം അന്യായ അതിർത്തി നിർണയത്തിന് കാരണമാകുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു. എന്തായാലും ഈ കാര്യത്തിൽ ആദ്യത്തെ ഇവരുടെ പടിയെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോയി കാണും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിക്കും. അത് കഴിഞ്ഞ് മോദിയുടെ പ്രതികരണം അറിഞ്ഞ ശേഷം പിന്നീട് നമ്മുടെ നിയമ നടപടികളും നമ്മുടെ പരിപാടികളും ഒക്കെ തീരുമാനിക്കുമെന്നുള്ളതാണ് JAC ഇവരുടെ ഒരു നിലവിലത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കനുസരിച്ച് 2026 ഡീലിമിറ്റേഷൻ നടത്തിയാൽ തമിഴ്നാട്ടിലെയും മറ്റ് നിരവധി സംസ്ഥാനങ്ങളുടെയും പാർലമെന്റിലെ പ്രാതിനിധ്യത്തെ അത് ബാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ഇവർ പറയുന്നത്. ഇവരുടെ പാർലമെന്റിലെ പ്രാതിനിധ്യത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലടക്കം ഇപ്പോൾ നിലവിൽ അവിടെ MP-മാർ വളരെയധികം കുറവ് നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും MP-മാരുടെ എണ്ണത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്, മറിച്ചൊരു സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് എന്നാണ് കൃത്യമായി പറയുന്നത്. എന്നാൽ അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഓളം അടിച്ചപ്പോൾ തന്നെ അമിത്ഷാ പറഞ്ഞത് ഒരിക്കലും ഇത് സീറ്റുകൾ കുറയ്ക്കുന്നതിന് കാരണമാക്കില്ല എന്ന് അമിത്ഷാ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും സ്റ്റാലിനാണ് ഇതിന്
ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്റ്റാലിൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ കേന്ദ്രത്തെ എതിർക്കേണ്ട ആവശ്യകത വന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ കേന്ദ്രത്തെ സ്റ്റാലിൻ എതിർക്കേണ്ട ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അണ്ണാമലൈ ഒരു ഭാഗത്ത് വളർന്നു വരുന്നു അതിഭീകരമായി, തൊട്ടപ്പുറത്ത് വിജയ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റാലിൻ ആണെങ്കിൽ അവശനായിരിക്കുന്നു. തൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ തൊട്ടുപിറകിലുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിൽ മുഖ്യമന്ത്രിയായാൽ പാർട്ടി പിളർന്നു പോകുമോ എന്നുള്ള ഭയം ഉറപ്പായും സ്റ്റാലിനുണ്ട്. കാരണം തന്നോളം അത്ര പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല ഉദയനിധി സ്റ്റാലിൻ. മുഖ്യമന്ത്രിയാകാനുള്ള കഴിവ് തീരെയില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൻ്റെ പാർട്ടി DMK കേന്ദ്ര സർക്കാരിനെ എതിർത്ത് നിൽക്കുന്നു, തമിഴ് വികാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു, തമിഴ് കലാചാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് കാണിക്കേണ്ട ബാധ്യത സ്റ്റാലിനാണ്. അങ്ങനെ സ്റ്റാലിന് വീണ് കിട്ടിയ ഒരു സുവർണാവസരമായി തന്നെ നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും. അങ്ങനെ സ്റ്റാലിൻ ഇപ്പോൾ അരയും തലയും മുറുക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു വിഘടനവാദത്തിൻ്റെ സ്വഭാവം കൂടെ ഈ പ്രക്ഷോഭത്തിന് ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഭാവിയിൽ ഇവരുടെ കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ ശേഷം മാത്രമേ അത് നമുക്ക് ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.